എവിടെ പോയി നിങ്ങളുടെ ആർ കെ വന്നാൽ വളരെ പോസിറ്റീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർ കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർ കെയോടൊന്ന് വരാൻ പറഞ്ഞാലോ നമുക്ക്? തീർച്ചയായിട്ടും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയെ CBI ഇന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങും. കേജ്രിവാളിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് CBI. അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കേജ്രിവാളിന്റെ ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ കെ, ഗുഡ് മോർണിംഗ്. ആർ കെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആർ കെ കുറേ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അന്വേഷണം, സ്നേഹാന്വേഷണം ആദ്യം പറയട്ടെ, ഒപ്പം നമ്മുടെ വാർത്തയിലേക്ക് കൂടി പോകാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നാളെ വിഷുവിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിഷു ആശംസകൾ. ഞങ്ങൾ ഉത്തരേന്ത്യയിലും ഈ വിഷു വളരെ സമൃദ്ധമായിട്ട് ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. വിഷുവിന് സമാന്തരമായിട്ട് പല ആഘോഷങ്ങൾ, ബിഹു അടക്കമുള്ള പല ആഘോഷങ്ങൾ പല സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലുള്ള ആളുകളെ സംബന്ധിച്ച് പല ആഘോഷങ്ങൾ ഒരുമിച്ച് എത്തുന്ന ഒരു ദിവസമാണ് ഈ വിഷു ദിവസം. അതിൻ്റെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള തിരക്കുകളൊക്കെ ഡൽഹിക്ക് ഉണ്ട്. എല്ലാവർക്കും ആശംസകൾ. ആദ്യമായിട്ട് വാർത്തയിലേക്ക് വന്നാൽ, ഈ ദിവസം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആഘോഷങ്ങളുടെ ദിവസത്തിൽ പോലും BRS നേതാവിന് കവിതയ്ക്ക് കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. CBI കവിതയെ ചോദ്യം ചെയ്യാനായിട്ട് ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ CBI പറയുന്നത് കവിതയ്ക്ക് നേരിട്ടുള്ള ബന്ധമുണ്ട്. കവിതയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്. അവർ നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ അത് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ഈ കേസിൽ കവിതയുടെ പങ്ക് എന്താണ് എന്ന് സംശയിക്കുന്ന അതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇനി അപ്രസക്തമാണ്. മറിച്ച് കവിതയുടെ പങ്ക് എത്രമാത്രം ഗുരുതരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് CBI പറയുന്നുണ്ട്. CBI ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കവിതയുടെ ഈ കാര്യങ്ങളിൽ വിവരശേഖരണം നടത്തുന്നത്. അന്വേഷണത്തോട് സഹകരിക്കും എന്ന വിധത്തിലാണ് കവിത കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആണെന്നുണ്ടെങ്കിലും ജാമ്യമടക്കമുള്ളവ ലഭ്യമാവുക ഈ വിഷയത്തിൽ ഈ കസ്റ്റഡിയിൽ ഉള്ള സമയത്ത് CBI നടത്തുന്ന ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നൽകുന്ന മൊഴികളുടെയും അതിനുശേഷം CBI സ്വീകരിക്കുന്ന നിലപാടിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിച്ചേക്കും എന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കവിതയെ CBI ചോദ്യം ചെയ്യുമ്പോൾ അത് മറ്റു ചില സൂചനകൾ കൂടി നൽകുന്നതാണ്. അരവിന്ദ് കെജ്രിവാളും സമാനമായിട്ട് CBIയുടെ ഈ കേസിൽ ആക്ഷേപ വിധേയനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് കവിതയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനായിട്ടുള്ള നടപടികൾ എന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. താങ്ക് യു RK. BRS നേതാവ് കെ കവിതയെ ഇന്ന് CBI ചോദ്യം ചെയ്യും. വളരെ നിർണായകമാണ് ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ.